19-ാം വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. വരുന്ന ഓഗസ്റ്റ് 15-ന് ഫ്രാൻസിലെ ഐസ്നിലുള്ള അവർ ലേഡി ഓഫ് ലിസയുടെ തിരുസ്വരൂപത്തിൽ ചൂടിക്കാനുള്ള കിരീടം മെൽക്കിയോർ നിറ്റ്സ് എന്ന ചെറുപ്പക്കാരൻ നിർമ്മിക്കാൻ മുൻകൈ എടുത്തതിന് പിന്നിലെ കാരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മെൽക്കിയോർ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ബസലിക്കയിലേക്ക് എത്തിയപ്പോഴായിരുന്നു മാതാവിൻ്റെ ശിരസിൽ ധരിപ്പിച്ച കിരീടം ശ്രദ്ധിക്കുന്നത്. അതൊരു ഗുണനിലവാരമില്ലാത്തത് കൊണ്ടാകണം അയാൾ അതിനു പിന്നിലെ കാരണം അന്വേഷിച്ചപ്പോഴായിരുന്നു ആ വിവരം അറിയുന്നത്. കിരീടം മോഷണം പോയിരുന്നു. താൽക്കാലികമായി ഒരു കിരീടമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതിനാലും പാരീസിലെ സുപ്പീരിയർ സ്കൂൾ ഓഫ് ജ്വല്ലറിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുത്തിരുന്ന ആ ചെറുപ്പക്കാരൻ ധൈര്യപൂർവ്വം പറഞ്ഞു, പുതിയ കിരീടം ഞാൻ നിർമ്മിച്ചു നൽകും. ബസലിക്കയുടെ വികാരിക്ക് യുവാവിൻ്റെ ഡിസൈനുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മെൽക്കിയോറിന്റെ വാഗ്ദാനം അദ്ദേഹം സ്വീകരിച്ചു. ഇടവക ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച $4300 കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല ഇത്. എന്നാൽ പെട്ടെന്നായിരുന്നു അനേകം സംഭാവനകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. പഠനത്തോടൊപ്പം ജ്വല്ലറി അപ്രന്റീസായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉപകരണങ്ങൾ കിരീടം നിർമ്മിക്കുന്നതിനായി ഷോപ്പിന്റെ ഉടമ വിട്ടു നൽകിയിരുന്നു. പരിശുദ്ധ അമ്മയുടെ കിരീടം നിർമ്മിക്കാനാണെങ്കിൽ ലാപ്പിസ് ലാസൂലി എന്ന നീല നിറത്തിലുള്ള ഒരു കല്ല് ഒരാൾ സ്പോൺസർ ചെയ്ത സംഭവത്തെക്കുറിച്ചും മെൽക്കിയോർ വെളിപ്പെടുത്തി. മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ന് കിരീടം പൂർത്തിയാക്കണമെന്നായിരുന്നു ബസലിക്കയുടെ ഡയറക്ടർ മെൽക്കിയോറിനോട് പറഞ്ഞത്. അനുവദിച്ച സമയത്തിനുള്ളിൽ കിരീടം നിർമ്മിക്കുന്നത് സാങ്കേതികമായി അസാധ്യമാണെന്ന് മെൽക്കിയോർ മനസ്സിൽ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. പരിശുദ്ധ അമ്മയ്ക്കായുള്ള കിരീടം നിർമ്മിക്കുന്നതിന് മെൽക്കിയോർ അമ്മയോട് തന്നെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇപ്പോഴും അവൻ തുടരുന്നുണ്ട്. ഓഗസ്റ്റ് 15-നുള്ളിൽ തീർക്കാവുന്ന തരത്തിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.